ഗൈസ് നമ്മളീ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ വരാറായി. അപ്പം നമുക്ക് പുതിയ ഡ്രസ്സ് എടുക്കണം. അപ്പം അതിനാണ് ഞങ്ങൾ ഈ ഫാമിലി മൊത്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ടുണ്ട്. ആദ്യം അടുത്തുള്ള കടയിൽ കയറി നമുക്ക് ദൂരെയുള്ള കടയിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചത്. ആദ്യത്തെ കടയിൽ കയറി അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മളിപ്പോഴത്തെ പോലെ തിരിച്ചിറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബോയ്സിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളോർത്ത് ചേട്ടന്മാർക്കൊക്കെ അവിടെ നിന്ന് എടുക്കാമെന്ന് ഓർത്ത് ചേട്ടന്മാർക്കൊക്കെ അവിടെ നിന്ന് എടുത്തത്. ഈ ചെക്കൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എടുത്ത് കുറേ നേരം അവിടെ പോസ്റ്റായിരുന്നു. ചേട്ടന്മാർ തപ്പി തടഞ്ഞൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നേരെ ഇവനൊരു ബെൽറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൽറ്റ് എടുക്കാനായിട്ട് നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള മാലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾക്ക് എടുക്കാനാണ് പോയത്. അങ്ങനെ നേരെ പോയി അവിടെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. പക്ഷെ ആ കടയിൽ അത്യാവശ്യം ഗേൾസിന് വേണ്ട നല്ല കളക്ഷൻസ് ഉള്ള നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. കട കാണുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളും ആ കടയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയതും എടുത്തതെല്ലാം പെട്ടെന്നായിരുന്നു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോഴേക്കും നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായി. പിന്നെ ഞങ്ങൾ കാറിൽ നിന്ന് കടി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അത് കഴിച്ചിട്ട് പിന്നെ ഒരു കട തപ്പി കുറേ നടന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു കട കിട്ടിയത്. പിന്നെ അവിടെ കയറി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് ഷോപ്പിങ്ങിനായിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് പോണതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇവന് ഡ്രസ്സ് ഓൾറെഡി ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ പർപ്പിളിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ നിന്ന് പോയി നമ്മൾ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെയാണ് നോക്കിയത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് പിന്നെ നമുക്ക് ആ ചേച്ചി അതിനെക്കുറിച്ച് പറഞ്ഞു ഇത് ചേരും അതാണ് അങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് പിന്നെ അവിടെ കുറേ സമയം നമ്മൾ അവിടെ ചിലവഴിച്ച് എല്ലാം എങ്ങനെയാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, എന്നാലല്ലേ നമ്മളവിടെ എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ അവന് കുറച്ച് നേരം അവിടെ ഇരുന്ന് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മളവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് പതുക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കും ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്ക് ഇറങ്ങിയതായിരുന്നു. ആകെ നമ്മൾ ആ കടി മാത്രമേ കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ നേരെ സോൾട്ടിൽ പോയി അവിടെ നിന്ന് കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഫുഡാ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം തീർന്നിരിക്കണേന്. ആകെപ്പാടെ എവിടെ ഉണ്ടായത് അൽഫാം മാത്രമായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അൽഫാമെങ്കിൽ അൽഫാമെന്നും പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഷോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു വഴിയായി. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കിട്ടിയ അൽഫാമും കഴിച്ച് അവിടെ ഒതുങ്ങി. പിന്നെ വേറെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് അല്ലറ ചില്ലറ സാധനമൊക്കെ മേടിക്കണം, അതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ സമയം ഒരു 11:45 ആ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അപ്പോൾ ഇതായിട്ട് എങ്ങനെ നിങ്ങളെല്ലാവരും ഷോപ്പിംഗ് ഒക്കെ ചെയ്താൽ അപ്പോൾ നിങ്ങൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്താൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തതെന്ന് കമൻറ്റിലൂടെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള തരാ.